ദേശീയ മാതൃകാ യുവ ഗ്രാമസഭാ പുരസ്കാര മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ കേരളത്തിലെ വിദ്യാലയം കണ്ണൂർ നവോദയ വിദ്യാലയം. രണ്ടാം സമ്മാനമായി 75 ലക്ഷം രൂപയാണ് വിദ്യാലയത്തിന് ലഭിച്ചത്. ഒന്നാം സ്ഥാനം ഹിമാചൽ പ്രദേശിലെ ഉന ജവഹർ വിദ്യാലയത്തിനാണ്. സമ്മാനത്തുക 1 കോടി രൂപയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243A ആണ് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും അവബോധം നൽകുക എന്നതാണ് ഈ പുരസ്കാരത്തിന്റെ ലക്ഷ്യം. 2026-27 കാലയളവിലേക്കുള്ള യുനെസ്കോ പൈതൃക പട്ടികയിലേക്ക് ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തത് എന്തിനെയാണ്? മേഘാലയയിലെ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ. പ്രാദേശികമായി ജിങ് കിയങ് ജ്രി എന്നാണ് ജീവനുള്ള വേരുകൾ കൊണ്ട് നിർമ്മിച്ച ഈ പാലങ്ങൾ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം, ചിറാപുഞ്ചി എന്നിവ മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പാലങ്ങൾ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മേഘാലയ സ്വദേശിയായ ഹേലി വാറിന് രാജ്യം 2026 ജനുവരിയിൽ പത്മശ്രീ നൽകി ആദരിച്ചു. സമർത്ഥ് പഞ്ചായത്ത് പോർട്ടൽ വഴി ഡിജിറ്റലായി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ഛത്തീസ്ഗഡിലെ ദംതാരി ജില്ലയാണ്. ദംതാരി ജില്ലയിലെ നാഗരി ബ്ലോക്കിലുള്ള ശങ്കര ഗ്രാമപഞ്ചായത്തിലാണ് ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയത്. ഗ്രാമപഞ്ചായത്തുകളെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കുന്നതിനുമായി കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയാണ് സമർത്ഥ്. 2026-27 കേരള സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വിഴിഞ്ഞം തുറമുഖത്തു നിന്നും ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന പുതിയ പദ്ധതിയാണ് റെയർ എർത്ത് കോറിഡോർ. ഇന്ത്യയിൽ മോണോസൈറ്റ്, ഇൽമനൈറ്റ് തുടങ്ങി ധാതു മണൽ നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശമാണ് കൊല്ലം ജില്ലയിലെ ചവറ. 2026 സംസ്ഥാന ബജറ്റ് പ്രകാരം ഇസ്ലാമിക പണ്ഡിതനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ്റെ പേരിൽ ചരിത്ര ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് പൊന്നാനിയിലാണ്. നവോത്ഥാന നായകനായ കാവാരിക്കുളം കണ്ടൻ കുമാരന് തിരുവനന്തപുരം നേമത്തും അയ്യ വൈകുണ്ഠസ്വാമിക്ക് തിരുവനന്തപുരത്തും സ്മാരകങ്ങൾ നിർമ്മിക്കും. പോർച്ചുഗീസ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രം പറയുന്ന കൃതിയാണ് തുക്ഫത്തുൽ മുജാഹിദീൻ. കായംകുളത്ത് തോപ്പിൽ വാസി, തൃശ്ശൂരിൽ PJ ആന്റണി, കണ്ണൂരിൽ KT മുഹമ്മദ് എന്നിവർക്കായി നാടകഗൃഹം പദ്ധതിയും പ്രഖ്യാപിച്ചു.